ശ്രീകുമാർ സാറേ, 40 കോടി തീർത്ഥാടകർ ഒത്തുചേരുന്ന 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ഉത്സവം കുംഭമേളയ്ക്ക് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തുടക്കമായിരിക്കുകയാണ് ചെയ്യുന്നത്. പലരും പറയുന്നത് ഈ കുംഭമേള വലിയ വിജയകരമായി പൂർത്തിയാവുകയാണെങ്കിൽ അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി യോഗി ആദിത്യനാഥ് ആവുമെന്നാണ്. അടിസ്ഥാനപരമായി കുംഭമേള ഒരു ആധ്യാത്മിക സംഭവമാണ്. ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോകത്ത് എവിടെയും നടക്കുന്ന ഏറ്റവും വലിയ ആധ്യാത്മിക സംഗമങ്ങളിലൊന്നാണ് ഈ മഹാകുംഭമേള എന്ന് പറയുന്നത്. അതിന് ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ വളരെ പുറകോട്ട് നീണ്ടു കിടക്കുന്ന വലിയ ചരിത്രത്തിൻ്റെ തുടർച്ച കൂടിയാണ്. അത് ഒരു രാഷ്ട്രത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1/4 പേര് അവിടെ ഒത്തുകൂടിയാണ്. ഒരു രാഷ്ട്രത്തിൽ ഭാരതത്തെ പോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ ശനി പിന്തള്ളി കഴിഞ്ഞിരിക്കുന്നു, കണക്ക് വരാത്തതുകൊണ്ടാണ്. അതിൻ്റെ 4 പേര് എങ്കിലും ഈ കുംഭമേള സ്ഥലത്ത് ഇത്തവണ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിൽ 40 കോടി തീർത്ഥാടകരെത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് മകരസംക്രമ ദിനമാണ് ഇന്നല്ലേ. ഇന്ന് ആരംഭിച്ച മഹാശിവരാത്രി ദിവസം നീണ്ടു നിൽക്കുന്ന 45 ദിവസം. അതിനിടയിൽ ആധ്യാത്മികതയുടെ എല്ലാ സൗന്ദര്യവും, അതായത് ജപം, ധ്യാനം, ഭജൻ, ആരാധന, അതിൻ്റെ എല്ലാവിധ ഹൈന്ദവ ആരാധനാ രീതികളുടെ മുഴുവൻ സൗന്ദര്യവും ഒത്തുചേരുന്ന, അല്ലെങ്കിൽ മുഴുവൻ സംഭവങ്ങളും ഒത്തുചേരുന്ന ഇത്ര ഒരു ആധ്യാത്മിക സംഗമം ഭാരതത്തിലില്ല. അതുകൊണ്ട് തന്നെ ലോകത്തൊരിടത്തും ഇത്തരത്തിലുള്ള ഒരു സംഗമമില്ല എന്ന് കൂടുന്ന വേറെ സ്ഥലമില്ല. അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ഇതിന്റെ ഒരു രാഷ്ട്രീയ അതാ പറഞ്ഞ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഞാനതിന്റെ ആധ്യാത്മികതയെ പറ്റി പറയട്ടെ. അത് എങ്ങനെയാണ് ആധ്യാത്മികമായി ഇത്രയേറെ പാലാഴി മഥന സമയത്ത് ഈ അമൃത തെറിച്ച് 4 സ്ഥലത്ത് വീണ്, ഇതിവിടെ പ്രയാഗ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിനി, ഇങ്ങനെ 4 സ്ഥലത്ത് വീഴുകയും അങ്ങനെ ആ സ്ഥലങ്ങളിലാണ് ഈ കുംഭമേള നടക്കുകയും ചെയ്യുന്നത്. 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേളയുണ്ട്, 12 വർഷത്തിൽ കുംഭമേളയുണ്ട്. ഇങ്ങനെയാണത് നടന്നു പോകുന്നത്. ഒരു ഇതുപോലൊരു മഹാസംഗമം നടക്കുന്നില്ല. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വസ്തുത. ഇതിനകത്ത് പക്ഷേ നമ്മുടെ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഒരു ഹൈന്ദവധാര ഇല്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ പലരും സംസാരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കൃത്യമായ ഒരു ഹൈന്ദവധാര നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. കുംഭമേളയോടനുബന്ധിച്ച്, മഹാകുംഭമേളയോടനുബന്ധിച്ച് പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അതുമായിട്ട് 1906 മദൻ മോഹൻ മാളവ്യ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ നിശ്ചയിച്ചത് ഒരു കുംഭമേളയുടെ ആലോചനയുടെ ഭാഗമായിട്ടാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് 1964 വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകരിക്കപ്പെട്ടത് ഒരു മഹാകുംഭമേളയുടെ അനുബന്ധിച്ചാണ്. 1981 ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനം പോലും ഒരു കുംഭമേളയോടെ അനുബന്ധിച്ചുള്ള ചർച്ചയിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു തീരുമാനമായി വന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ സ്വാധീനിച്ച, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന എത്രയോ സംഭവങ്ങൾ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ ആളുകൾ കൂടുന്ന ഒരു സന്ദർഭത്തിൽ ഇത്രയേറെ ഇങ്ങനെയൊരു ചിന്താപദ്ധതികൾ ഉദയം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടൊരു രാഷ്ട്രീയവും ഉണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയാണ്. ഇത് മാത്രമല്ല, ഈ കുംഭമേള ഒന്നിലേറെ സന്ദർഭങ്ങളിൽ തടസ്സപ്പെടുത്താൻ കൃത്യമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരെ വായിക്കുന്നവർക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും രണ്ടാം ലോക മഹായുദ്ധ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് വളരെ 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 ബുദ്ധിമുട്ടി അത് ചെയ്ത് ഇതിനെ നടത്താതിരിക്കാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അതിനകത്ത് മതം ഉണ്ടായിരുന്നു. പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മതപരിവർത്തനത്തിന് വേണ്ടി അവിടെ സംഘടിതമായ ശ്രമം ക്രൈസ്തവ മിഷണറിമാർ നടത്തിക്കൊണ്ടിരുന്ന അവസരമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ അത് ഈ കുംഭമേള എന്ന് പറയുന്നത് പരാജയപ്പെടുക എന്ന് പറയുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ അതോടൊപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയമായിരുന്നു. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ആ സമയത്ത് അങ്ങോട്ടേക്കുള്ള എല്ലാ ഇതും തടസ്സപ്പെടുത്തപ്പെട്ടു, യാത്ര ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ സംഭവമായി മാറി. എങ്കിലും ഇവിടെ കുംഭമേള നടന്നു. അത് ആചാരപരമായ രീതിയിൽ കുംഭമേള നടന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ഒരു ഭയമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് അടിസ്ഥാനപരമായി ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു ഈ ഹിന്ദു കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ ഈ സംഭവത്തെ. ഇത്രയേറെ അതൊരു മൂവ്മെൻ്റായിട്ട്, അതൊരു സ്വാതന്ത്ര്യ സമരം മൂവ്മെൻ്റായിട്ട് മാറും എന്ന കൃത്യമായ ചിന്താഗതി അവർക്കുണ്ടായിരുന്നുകൊണ്ടാണ് 1857 അത് തടസ്സപ്പെട്ടത് 1942 1942 ഈ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന അവസരത്തിലാണ്. പക്ഷേ അതോടൊപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിന് അപ്പുറത്തേക്ക്
ക്വിറ്റ് ഇന്ത്യ സമരം അതിൻ്റെ പീക്കിലെത്തി നിൽക്കുക എന്ന അവസ്ഥയായിരുന്നു. പീക്കിലെത്തി നിൽക്കുക എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന് ശക്തമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇനി ഗാന്ധിജി തന്നെ ഇടക്കാലത്ത് സമരത്തിൻ്റെ സ്വഭാവം മാറ്റിവെച്ചിരുന്ന ഗാന്ധിജി തന്നെ 42 ഓഗസ്റ്റ് 9 ഈ സംഭവം എന്താണ് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ. അതാണ് നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ഒടുവിലത്തെയും ഏറ്റവും ശക്തവും തീക്ഷ്ണവുമായ സമരം. ആ സമര കാലഘട്ടത്തിലാണ് കുംഭമേള വന്നത്. അപ്പോൾ സർക്കാർ അതിന് പറഞ്ഞ കാരണം, ബ്രിട്ടീഷ് സർക്കാർ അതിന് പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ജപ്പാനുമായിട്ടാണല്ലോ ഈ ബ്രിട്ടീഷ് സഖ്യശക്തികൾ ഇവരുടെ എതിർപ്പുണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണ് രണ്ടായിട്ട് തിരിഞ്ഞാണ്. അച്യുതൻ്റെ സഖ്യശക്തികളൊന്നും പറഞ്ഞ് മാറിയാണല്ലോ ലോകം. ജർമ്മനി ജപ്പാനൊക്കെ അടങ്ങുന്ന ഒരു ജപ്പാന്റെ ബോംബിംഗ് ഉണ്ട് എന്ന് ഭയന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നുവെന്ന് ഒരു വാർത്ത സൃഷ്ടിച്ചുകൊണ്ടാണ്, അതുണ്ടായേക്കാൻ സാധ്യതയുണ്ടെന്ന് ജനങ്ങളിൽ ഒരു ഭീതി പടർത്തിക്കൊണ്ടാണ് ഈ 1942 ഈ എന്താ പറയുക നമ്മൾ ഈ ഇതിനെ ബാൻ ചെയ്തില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ജനം അങ്ങോട്ട് പോകാൻ സമ്മതിക്കാതിരിക്കുകയും ജനങ്ങൾ ഭീതി പടർത്തുകയും യാത്രാ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അത് ഇതൊരു വലിയ ഒരുക്കമുള്ള ഒരു സംഭവമാണ്. കുംഭമേളയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എത്രയോ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സംഭവമാണ്. അന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. ഇവിടെ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ ശക്തി, അപ്പോൾ ഹൈന്ദവ ശക്തി എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റായി രൂപപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുപോയെന്ന് 2 തവണയും ഇത് തടസ്സപ്പെടുത്താൻ സജീവമായി ശ്രമിച്ച 2 സമയം, ഒന്നാം സ്വാതന്ത്ര്യ സമരവും രണ്ടാം സ്വാതന്ത്ര്യ സമരവും എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ സമരത്ത് കാലഘട്ടത്തിലും വളരെ കൃത്യമായി ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട രാഷ്ട്രീയ മാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് കുംഭമേളയോടനുബന്ധിച്ച്, മഹാകുംഭമേളയോടനുബന്ധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതം ഇത്തരത്തെ സംഭവങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. ബാലഗംഗാധര തിലകൻ ഈ ഗണേശ ചതുർത്ഥി മഹോത്സവമൊക്കെ നടത്തി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് മൂവ്മെൻ്റാക്കി മാറ്റിക്കൊണ്ടാണ്. അപ്പോൾ ഈ മതപരമായ ആചാരങ്ങളും മതപരമായ ചടങ്ങുകളും എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഭരണകൂടത്തിനെതിരെ തിരിക്കാൻ കഴിയുമെന്നും ഒരു വികാരമായി വളർത്തിയെടുക്കാൻ കഴിയുമെന്നും ഉള്ള കൃത്യമായ ബോധ്യം ഉള്ള നേതാക്കന്മാരായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അവരത് ഉപയോഗിച്ചിട്ടുമുണ്ട് സമർത്ഥമായിട്ട്. ക്രമേണ നമ്മൾ ഇതിനെ മതേതരത്വത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനമാക്കി കൊണ്ടുവന്ന് പറയുമ്പോഴാണ് ഇതിനൊക്കെ മറ്റ് മാനങ്ങളും മറ്റ് ധാരണകളും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ എന്നും ആചാരത്തെയും മതത്തെയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം യോഗി ആദിത്യനാഥാണ് കുംഭമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ ഇത്തവണത്തെ കുംഭമേളയ്ക്ക് കഴിഞ്ഞ തവണ 3500 കോടി രൂപയാണെങ്കിൽ ഇപ്പം 7,000 കോടി രൂപയോളമാണ് ഇതിനായിട്ട് ഉത്തർപ്രദേശ് സർക്കാർ. അല്ല, അതിലൊരു രാഷ്ട്രീയമുണ്ട്, സാമ്പത്തികമുണ്ട്. 2 ലക്ഷത്തിലധികം കോടി രൂപ ഇതിലൂടെ തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഇത്ര കോടി മുടക്കുന്നു എന്ന് പറയുമ്പോൾ 2 ലക്ഷത്തിലധികം കോടി രൂപ ഈ സംഭവത്തിലൂടെ തിരിച്ച് കിട്ടുന്നു എന്നും പിന്നെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ എന്തായാലും പറയുന്ന സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും ഒക്കെ ഒരുപാട് മാനങ്ങളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എക്കാലത്തും ഭരണകൂടം ഉപയോഗിക്കാൻ ശ്രമിച്ചതുപോലെ ഇതിൻ്റെ ഒരു മികച്ച സംഘാടനം എന്ന് പറയുന്നത് യോഗി ആദിത്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാണ്. ഇതുപോലെ ഒരു സംഭവം, ഇത്തരത്തിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സംഭവം, ലോകത്ത് അപൂർവമായി നടക്കുന്ന ഒരു സംഭവം, ലോക ചരിത്രങ്ങളോളം നീണ്ടുന്ന ഒരു സംഭവം ഏറ്റവും ആകർഷകമായി നടത്തുന്നു എന്നതിലൂടെ കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് അത് വളരെ വളരെ മുമ്പിലാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടും മോഡി അത് ശ്രമിക്കുന്നുണ്ട്. മോഡിയല്ല, യോഗി അത് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത് ഇതിപ്പോ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമാധാനപരമായ തീർത്ഥാടകരുടെ കൂട്ടായ്മ എന്നാണ് ഈ മഹാകുംഭമേളയെ യുനെസ്കോ നിർവചിച്ചിരിക്കുന്നത്. അതായത് അത്രയും കോടി ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുംഭമേളയെ മാനേജ് ചെയ്യുക, ഇത്രയും ക്രൗഡിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചില്ലറപ്പെട്ടൊരു കാര്യമല്ല. അതിന് കൃത്യമായിട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പദ്ധതികളും ആസൂത്രണമൊക്കെ വളരെ മികച്ച രീതിയിൽ വേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ഗവേഷകർക്കും ഇതൊരു പഠന വിഷയം തന്നെയാണ്, എങ്ങനെയാണ് ഇതിനെ ഒരു മാനേജ് ചെയ്യേണ്ടതുള്ളത്. ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൗഡ് മാനേജ്മെന്റിന്റെ ഒക്കെ ഏറ്റവും ശാസ്ത്രീയമായ ഒരു സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആവശ്യവും. ഹാർവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി യൂണിവേഴ്സിറ്റികൾ ഇത് എങ്ങനെയാണ് സർക്കാർ പദ്ധതികൾ ഇവിടെ ആസൂത്രണം ചെയ്ത് മാനേജ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവേഷകർ എത്തിയിട്ടുണ്ട്, ലോകം നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം ഇത്തവണ ഈ കൂട്ടമായി അവിടെ മതപരിവർത്തനം നടത്താൻ ശ്രമം നടക്കുമെന്ന് ചില മുസ്ലിം സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ സ്ഥലം വഖഫ് ഭൂമിയാണെന്നുള്ള ഒരു ആവശ്യം ചില പിന്നെ തീവ്രവാദികളായ മുസ്ലിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു മുസ്ലിം തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാവ് തന്നെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടി അത്തരത്തിലൊരു രാഷ്ട്രീയം കൂടി ഇതിലേക്ക് കടക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും അവിടെയും യോഗിക്ക് ഒരു മേൽക്കൈ കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ കൂടി കടന്നു വരുന്ന ഒരു ചിന്തയിൽ അതിനെ അതിജീവിച്ച് ഭംഗിയാക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു എന്താ പറയുക, അതുകൊണ്ടുകൂടി കിട്ടുന്ന ഒരു മുൻതൂക്കം അതും യോഗി പ്രതീക്ഷിക്കുന്നുണ്ടാണ്. കാരണം യോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. പല വിധത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നടപടികൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ട്. ഈ അദ്ദേഹമാണ് പിന്നീട് സുപ്രീം കോടതി തടഞ്ഞുവെങ്കിൽ പോലും അദ്ദേഹം ഈ കുറ്റവാളികളുടെയും സ്ഥിരം കുറ്റവാളികളുടെയും ഒക്കെ വീടിടിച്ച് നിർത്താൻ
നേരിട്ട് കോടതിയുടെ ഇന്റർഫിയറൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് ഗുണ്ടാരാജൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അത് അത്തരത്തിൽപ്പെട്ട പൊളിറ്റിക്കൽ അതെ അതെ അത് നിയമവിരുദ്ധമായിട്ട് ഭൂമി കയ്യേറുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല വിടില്ല എന്നുള്ള എന്നുള്ളതായിരുന്നു യോഗിയുടെ നിലപാട്. യോഗിയുടെ നിലപാട്. അപ്പം ആ മെസ്സേജ് ആണ് അദ്ദേഹം നൽകുന്നത്. പിന്നെ കോടതി അതിനകത്ത് കോടതിക്ക് നിയമപരമായിട്ടല്ലേ കാര്യങ്ങൾ ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങളെ നിയമവിരുദ്ധമായി നേരിടാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയാണ് രോഗി ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അതല്ല. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്സിനെ കൂടി നേരിടാനുള്ള ഒരു സംവിധാനം അദ്ദേഹമുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകൾ ഉണ്ടാകട്ടെ, അത് സന്തോഷം. പിന്നെ അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരട്ടെ, അതിനെ നേരിടാൻ കഴിയും. അതെല്ലാം കൂടെ ഇത്തരത്തിലുള്ള പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള പല വിധത്തിലുള്ള എന്താണ് നമ്മളെ എതിർപ്പുകളെയും അല്ലെങ്കിൽ ചിന്താധാരകളെയും മാറ്റിവെച്ചുകൊണ്ട് വിജയകരമായിട്ട് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുക എന്നൊരു വാശിയോടെയാണ് യോഗി പ്രവർത്തിക്കുന്നത്. അതിന് വാശിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹം അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ കുറ്റമറ്റ രീതിയിലാണ് അവിടെ നടക്കുന്ന ഏർപ്പാടുകൾ മുഴുവൻ. ഒരു തരത്തിൽപ്പെട്ട തന്നെ തിരുപ്പതി ക്ഷേത്രത്തിലൊക്കെ ഒരു വൈകുണ്ഠ വ്യവസ്ഥയ്ക്ക് ടിക്കറ്റ് കൊണ്ടുണ്ടായ സ്റ്റാമ്പേഡൊക്കെ നമുക്ക് അതായത് യഥാർത്ഥത്തിൽ യോഗി ലോക ശ്രദ്ധ യഥാർത്ഥത്തിൽ ആകർഷിക്കുകയാണ് ഈ ഒരു തീർച്ചയായിട്ടും ഉത്സവത്തിൽ. ഈ മഹോത്സവത്തിലൂടെ യോഗിയാണ് അതിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു പൊളിറ്റിക്സ്, അത്തരത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയം, അത്തരത്തിൽപ്പെട്ട ഒരു സാമൂഹ്യമാനം, അത്തരത്തിൽപ്പെട്ട ഒരു ശ്രദ്ധ തന്നിലേക്ക് തിരിക്കാനുള്ള രീതി, ഇതെല്ലാം സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് യോഗി മുമ്പോട്ട് പോവുകയാണ്. അത് തീർച്ചയായിട്ടും യോഗിക്ക് മൈലേജ് നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും യോഗിക്കുണ്ടെങ്കിൽ അവരെ അത് ഒന്ന് ഭയക്കുന്നു എന്നുള്ളതും സത്യമാണ്. പിന്നെ രാഷ്ട്രീയമല്ലേ, എത്രത്തോളം ഇക്കാര്യങ്ങൾ യോഗി ഉദ്ദേശിക്കുന്ന വിധത്തിൽ മാറി വരുന്നുവെന്ന് നമുക്ക് കാത്തിരുന്ന് കാണിക്കുന്ന കുറച്ചു. യോഗി അടുത്ത പ്രധാനമന്ത്രിയാകുമോ? അത് പറയാറായിട്ടില്ലല്ലോ, പക്ഷേ ആയിക്കൂടുന്നില്ലല്ലോ. യോഗി എന്തെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാനുള്ള, ഒന്നാമത് യോഗിക്ക് ചെറുപ്പമാണല്ലോ. പിന്നെ ഇതുവരെ അദ്ദേഹം ഭരണ മികവ് പല വിധത്തിൽ തെളിയിക്കുന്നുണ്ടല്ലോ, ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടല്ലോ. ഈ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇന്ത്യയുടെ ഒരു വൈകാരിക ഭാവമുണ്ടല്ലോ, കാവ്യ അണിഞ്ഞ ഒരാൾ പ്രധാനമന്ത്രി ആകുന്നതുകൊണ്ട് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ കുറേ ഏറെ ആളുകൾക്ക്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. കാവ്യ അണിഞ്ഞ ഒരാൾ പ്രധാനമന്ത്രി ആയാൽ അതൊരു ഹിന്ദു രാഷ്ട്രമായി തീരും. അല്ല, ഹിന്ദുരാഷ്ട്രം, ഹിന്ദുത്വ എന്ന് പറയുന്നത് അടിസ്ഥാന മുദ്രാവാക്യമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ രാജ്യത്ത് ഇപ്പോൾ ഉള്ളത്. ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടി ഹിന്ദുത്വം എന്ന ആശയം മുമ്പോട്ട് എടുത്തുകൊണ്ടാണല്ലോ പോകുന്നത്. അതിൻ്റെ മറ്റ് മാനങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, പക്ഷേ അതും അനുകൂലമാക്കി മാറ്റാൻ യോഗി ശ്രമിക്കുകയും ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തേക്കാം. എന്തായാലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന ഒരു റിലീജിയസ് ഗാദറിംഗ് ആണ് ഈ കുംഭമേള എന്ന് പറയുന്നത്. അത് നടത്തിപ്പിക്കുക, ഇത്രയും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറപ്പെട്ട ഒരു കാര്യമല്ല. അതൊരു അസാമാന്യ വിദഗ്ധതയും വൈദഗ്ധ്യവും ഒരു സർക്കാരിന് വേണ്ടതാണ്. അത് ആത്മീയം മാത്രമല്ല, നമ്മൾ പറഞ്ഞത് എല്ലാ മാനങ്ങളും ഉള്ള ഒരു സംഭവമാണ്. അതിനകത്ത് അത് വിജയകരമായി നടത്താക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ വിജയത്തിന്റെ അളവുപോലാണ്. സർക്കാരിന്റെ ഇത്രയേറെ ആളുകൾ കൂടുന്ന ഒരു സംഭവം ഭംഗിയായും വിജയകരമായി നടത്തുക എന്ന് പറയുന്നത് സർക്കാരിന്റെ വിജയത്തിന്റെ അളവുപോലാണ്. ആ അളവുപോലാണ് അത് യോഗി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മഹാകുംഭമേള വിജയകരമാകുന്നതോടെ യോഗിയാണ് ലോക ശ്രദ്ധേയനായി തീരാൻ വേണ്ടി പോകുന്നത്.